കോഴിക്കോട് പയ്യന്നൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ലൈംഗികാതിക്രമണം നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട യുവാവ് ദീപക് കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത്. അതിനു പിന്നാലെ ആവശ്യം വലിയ വിവാദമാകുകയും ചെയ്തു. ഇപ്പോൾ ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. അദ്ദേഹം വീഡിയോ കോളിലൂടെയാണ് പ്രതികരണം നടത്തുന്നത്. മിഷൻ മെൻസ് കമ്മീഷനാണ് ഇന്ന് ഈ ഒരു പത്രസമ്മേളനം വിളിക്കാനുള്ള കാരണം എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അതിജീവിതൻ എന്ന് തന്നെ നമ്മൾ പറയണം. അദ്ദേഹത്തിന് നീതി കൊടുക്കുക എന്നുള്ളൊരു ആവശ്യമായിട്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചത്. പക്ഷേ അവസാന നിമിഷം രാഹുലിൻ്റെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞങ്ങൾ രണ്ടുപേരും മിഷൻ മെൻസ് കമ്മീഷൻ്റെ ഫൗണ്ടറും അദ്ദേഹം ഫൗണ്ടറും ഞാൻ കോ ഫൗണ്ടറുമാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത് ഈ മിഷൻ മെൻസ് കമ്മീഷൻ്റെ വകയായിട്ട് നമ്മൾ അതിജീവിതന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അതിന് വേണ്ടിയിട്ട് സഹായം ചെയ്യണം. ആദ്യ ഗഡുവായിട്ട് ഒരു 1 ലക്ഷം രൂപ നമ്മൾ നേരിട്ട് പോയി ഞാനും രാഹുലും കൂടെ ഉടനെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെയും മറ്റ് അനുബന്ധ സംഘടനകളുടെയൊക്കെ സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടേതായ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. രാഹുലിൻ്റെ നമ്മുടെ അതിജീവിതൻ്റെ കുടുംബത്തിന് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ രാഹുലിനെ വിളിച്ച് ലൈനിൽ കണക്ട് ചെയ്യണം. അപ്പം അദ്ദേഹം നിങ്ങളടുത്ത് സംസാരിക്കും. ആദ്യം തന്നെ മാധ്യമപ്രവർത്തകരോട് ഒരു ക്ഷമ പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. ഞാൻ കേരളത്തിന് വെളിയിലാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഇന്നലെ എന്റെ യാത്ര ഉപേക്ഷിച്ച് തിരിച്ചു വരാനുള്ള തുടക്കത്തിലായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ ജാമ്യത്തിന്റെ ഹിയറിംഗും കൂടെയാണ്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യം റദ്ദാകാനും പിന്നാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അഡ്വക്കേറ്റിന്റെ കൂടെ ഉപദേശപ്രകാരമാണ് ജാമ്യത്തിന്റെ ഒരു തീരുമാനം വരുന്നത് വരെ, കോടതിയുടെ ഒരു വിധി വരുന്നത് വരെ നിങ്ങളുടെ മുമ്പിൽ എത്താൻ കഴിയാത്തത്. പക്ഷെ ഈ വിഷയം വളരെ പ്രധാനമാണ്. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട്, അഡ്വാൻസായി ക്ഷമ ചോദിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ഓൾറെഡി തന്നെ ദീപകിന്റെ കുടുംബവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കസിൻ ബ്രദറുമായി സംസാരിച്ചിരുന്നു. അമ്മയുടെ അക്കൗണ്ട് നമ്പർ അടക്കം നമ്മൾ എടുത്തിട്ടുണ്ട്. മെൻസ് കമ്മീഷൻ 1 ലക്ഷം രൂപ ദീപകിന്റെ കുടുംബത്തിന് ധനസഹായമായി നൽകും. ഞങ്ങൾ തന്നെ നേരിട്ട് കോടതിയുടെ ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഞാനും മുകേഷും അടക്കമുള്ളവർ ആ 1 ലക്ഷം രൂപ ദീപകിന്റെ കുടുംബത്തിന് ഒരു പിന്തുണയായി കൊടുക്കും. 2, ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തിരുന്നു. DGP പരാതി അക്നോളജ് ചെയ്യുകയും അത് കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന് ഫോർവേഡ് ചെയ്ത മെയിൽ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഈ പരാതിയുമായി മുമ്പോട്ട് പോകും. ദീപകിന്റെ കുടുംബവും പരാതിയുമായി മുമ്പോട്ട് പോകുന്ന കാര്യം അറിഞ്ഞു. ദീപകിന്റെ മാതാവിനും പിതാവിനും നമ്മളാൽ കഴിയുന്ന എല്ലാവിധ പിന്തുണയും. 3, ഈ വിഷയം രാഷ്ട്രീയപരമായും വർഗീയപരമായും ഉപയോഗിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അത് ചെയ്യരുത്. അത് ദീപകിനോടുള്ള അനാദരവാണ്. മരിച്ചു കിടക്കുന്ന നമ്മുടെ കൂടെ ഇല്ലാത്ത ദീപകിനോടുള്ള അവഹേളനമാണ്. ഈ വിഷയം രാഷ്ട്രീയമല്ല, ഈ വിഷയം മതമല്ല, വർഗീയതയല്ല. ഈ വിഷയം ഒരു പുരുഷന് സഹായമില്ലാതെ അവന്റെ ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികൾ കാരണം ആത്മഹത്യ ചെയ്ത നമ്മുടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ സുനീർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഇതേപോലെ ചെറുപ്പക്കാരനെ 1 മാസം 1.5 മാസം സുനീറിന്റെ ഉമ്മയുമായിട്ടൊക്കെ വന്ന് നമ്മൾ പ്രശ്നയ്ക്ക് വിളിച്ച് DGPയെ കൊണ്ടുപോവുകയും പരാതി കൊടുക്കുകയൊക്കെ ചെയ്തു. ഇത് ഒരു പുരുഷന്റെ മനോവേദനയുടെ, ഒരു ആണിന്റെ മനോവേദനയുടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയണമെന്നും അനുശോചനം രേഖപ്പെടുത്തണമെന്നും വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. കാരണം ഈ വിഷയത്തെ മോശമായി ഉപയോഗിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നു. രാഷ്ട്രീയപരമായിട്ടും വർഗീയപരമായിട്ടും അതിനുള്ള സ്പേസ് കൊടുക്കരുത്, ഇടം കൊടുക്കരുത്. അതിശക്തമായ നിലപാടെടുക്കുകയും ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുകയും വേണം. കാരണം ആ പെൺകുട്ടി ആത്മഹത്യാ പ്രേരണയാണ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം IT ആക്ടും ഇടണം. ഇപ്പോ ആ പെൺകുട്ടിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ വ്യാജ പ്രചരണം നടത്തുന്നത് ദീപക് ആ പെൺകുട്ടിയെ എന്തോ മോശം ചെയ്തു എന്നാണ്. പല എഡിറ്റുകളുള്ള ആ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടാൽ വ്യക്തമാണ് ഈ പെൺകുട്ടിക്ക് വീഡിയോ എടുക്കാൻ സ്ഥലമുണ്ടായിരുന്നു. ഈ പെൺകുട്ടി കണ്ടക്ടറോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല, ബാക്കി ആരോടും പറഞ്ഞിട്ടില്ല. അവിടെ തന്നെ നിന്ന് മനഃപൂർവ്വം വീഡിയോ എടുത്ത് റീച്ചിനും ലൈക്കിനും വേണ്ടി ഒരാളെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ആ പെൺകുട്ടിയോട് പ്രതികാരം ചെയ്യണമെന്നല്ല, പക്ഷെ ദീപകിന് നീതി വേണം. ദീപകിന്റെ നീതി, നിയമം അനുശാസിക്കുന്ന നീതി ദീപകിന് കൊടുക്കണം. ദീപകിന്റെ കുടുംബത്തിന് ധനസഹായം കൊടുക്കണം. എന്റെ
കോടതി വ്യവഹാരങ്ങൾ ഒരുപക്ഷെ അവസാനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്മീഡിയറ്റ്ലി തന്നെ ബഹുമാനപ്പെട്ട കോടതിയുടെ കൂടി അറിയിച്ചുകൊണ്ട് ദീപകിന്റെ വീട്ടിലേക്ക് എത്തുകയും ഈ 1 ലക്ഷം രൂപ ദീപകിന്റെ കുടുംബത്തിന് കൊടുക്കുകയും ചെയ്യും എന്ന് അറിയിക്കുന്നു. പൊതുസമൂഹം, മാധ്യമങ്ങൾ, ബെഞ്ച് കമ്മീഷൻ അടക്കമുള്ള വിഷയങ്ങൾ ഗൗരവമായി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് നാളെ ഈ ദീപക് നമ്മുടെ സഹോദരനാകാം, നമ്മുടെ മകനാകാം, നമ്മുടെ അച്ഛനാകാം, നമ്മുടെ സുഹൃത്താകാം. അങ്ങനെ സ്ത്രീകളുടെ വ്യാജ വീഡിയോ, വ്യാജ പരാതിയിൽ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ബാക്കി ഒരു വിഷയങ്ങളുമായിട്ടും ഇതിനെ ബന്ധപ്പെടുത്താതെ ഇത് യഥാർത്ഥത്തിൽ ഒരാൾ ആത്മഹത്യയുടെ വിഷയമാണ്. അതിന്റെ ഗൗരവത്തിൽ, അതിന്റെ വേദനയിൽ, അതിന്റെ വിഷമത്തിൽ സെൻസിറ്റീവും റെസ്പോൺസിബിളുമായി കണ്ടുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുകയും ആ പെൺകുട്ടിക്കെതിരെ ആക്ഷൻ എടുക്കുകയും വേണം. ആ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല, ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുക്കുന്നില്ല. കാര്യം ആ പെൺകുട്ടി പരാതി എവിടെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിജീവിതയുടെ സംരക്ഷണം ആ പെൺകുട്ടിക്ക് കിട്ടും. അതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ പേര് പറയാത്തത്. ആ പെൺകുട്ടിയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഐഡന്റിറ്റി വെളിവാക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയ ആക്ഷൻ വേണം. ഒരു പ്രസ് നോട്ട് ഞാൻ തന്നെ തയ്യാറാക്കി ശ്രീ മുകേഷിന്റെ കൊടുത്തിട്ടുണ്ട്. ദയവായി അത് വായിക്കണം. എനിക്ക് അവിടെ എത്താൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. അതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഒരിക്കൽ കൂടി ആ 3 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ദീപകിന്റെ കുടുംബത്തിന് ഞങ്ങൾ സാമ്പത്തിക സഹായം എത്തിക്കും. ദീപകിനെ യഥാർത്ഥത്തിൽ ആ കൊലയ്ക്ക് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ദീപകിന്റെ ആത്മഹത്യയിലേക്ക് തെളിവിട്ട ആ പെൺകുട്ടിയെ തീർച്ചയായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കണം. 3, മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ഇതുപോലുള്ള വ്യാജ കേസുകൾ വന്നാൽ ആരും വിഷമിക്കരുത്, ധൈര്യമായിട്ട് നമ്മളെ ബന്ധപ്പെടാം. സൗജന്യ നിയമസഹായം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള പോക്സോ വാദിക്കുന്ന വക്കീലുണ്ട്, ക്രിമിനൽ ഇതുപോലത്തെ ഡൊമസ്റ്റിക് വയലൻസ് വാദിക്കുന്ന വക്കീലുണ്ട്, അല്ലെങ്കിൽ റേപ്പ് കേസുകൾ വാദിക്കുന്ന വക്കീലുണ്ട്. അവരുടെയൊക്കെ നിയമസഹായം നമ്മൾ മിഷൻ മെൻസ് കമ്മീഷൻ വഴി അവർക്ക് സൗജന്യ നിയമസഹായം കൊടുക്കുന്നതായിരിക്കും. അതെല്ലാം നമ്മൾ വോളണ്ടറി ആയിട്ട്, ഇപ്പം എൻ്റെ കയ്യിൽ നിന്നൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, രാഹുലിൻ്റെ ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം രണ്ടുപേരും വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇദ്ദേഹം ഇപ്പോൾ ദീപകിൻ്റെ വീട്ടുകാർക്കാണെങ്കിലും നമ്മൾ ഹെൽപ്പ് എത്തിക്കാൻ പറ്റുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏൺ ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ രാഹുലിന് കിട്ടുന്ന ആ ഒരു ഇതാണ് നമ്മൾ അവരിലോട്ടും കൂടെ എത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം. കാരണം നിങ്ങൾ ഒരു വാർത്ത വരുമ്പോൾ, ഒരു പീഡന വാർത്ത, ഒരു FIR, ഒരു എക്സാമ്പിൾ പറയട്ടെ, ഈ കൂടി നിൽക്കുന്ന ഈ ഒരു വലിയ ക്രൗഡുണ്ട്. ഈ ക്രൗഡിൻ്റെ അകത്ത് ഇതേ സമയം 12:31 സമയത്ത് ഈ ഇരിക്കുന്ന, എനിക്ക് ആരുടെങ്കിലും പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല, ഒരാൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പെൺകുട്ടി പരാതി കൊടുത്താൽ അപ്പോൾ തന്നെ FIR ലോഡ്ജ് ആവും. FIR ലോഡ്ജായ ഇന്ന ചാനലിൽ ഇന്ന ക്യാമറമാൻ അല്ലെങ്കിൽ റിപ്പോർട്ടർ പീഡന കേസിൽ പ്രതി എന്ന് പറഞ്ഞ് വാർത്ത വരും. പിന്നീട് തെളിയിക്കത്തുള്ളൂ അയാൾ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ ഇത്രയും സാക്ഷികളെ വിസ്തരിക്കണം, ഇവിടുത്തെ CCTV എടുത്തു കൊടുക്കണം. അപ്പോഴത്തേക്ക് പുള്ളിയുടെ നാട്ടിലും വീട്ടിലും കൂട്ടുകാരുടെ ഇടയിലും സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പുള്ളി നാറി കാണും. പിന്നെ ഈ വാർത്ത എത്ര പ്രാധാന്യത്തോട് പിന്നെ മാധ്യമങ്ങൾ അദ്ദേഹം ഫ്രീ ആയി എന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം ഇനിയൊരു ദീപക്കോ മുകേഷോ നായരോ അല്ലെങ്കിൽ അത്തരം ആൾക്കാരുണ്ടാവരുതെന്നുള്ളതാണ്. ഇവിടെ അതിജീവിതനായിട്ട് മാറിയത് ദീപക്കാണ്. ദീപകിൻ്റെ കുടുംബത്തിന്, ദീപകിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ ഏറ്റെടുത്ത് ഈ പെൺകുട്ടിക്കെതിരെ ശക്തമായ അന്വേഷണം നടത്തി പെൺകുട്ടി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയെ നിയമത്തിൻ്റെ ഏറ്റവും കാഠിന്യമേറിയ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് വളരെയധികം വിഷമമുണ്ട്. കാരണം ഇന്ന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, പുറത്തെങ്ങനെ ഇറങ്ങുമെന്നുള്ള ആ ഒരു വിഷമത്തിലാണ് പുള്ളി ഇത് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ആ പെൺകുട്ടിയാണെങ്കിൽ വീഡിയോയും ഡിലീറ്റ് ചെയ്ത് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്ത് മുങ്ങിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ദീപകിൻ്റെ കുടുംബത്തിനും ആ മരിച്ചുപോയ അദ്ദേഹത്തിനും ഇതിൻ്റെ ഒരു നീതി വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. അത് തീർച്ചയായിട്ടും നീതി ഉണ്ടാവും. നിങ്ങളുടെ മാധ്യമങ്ങളുടെ വളരെ ശക്തമായ ഒരു സപ്പോർട്ട് ഈ ഒരു വാർത്ത കൊടുക്കുന്ന കാര്യത്തിൽ ഉണ്ടാവണം. കാരണമായിട്ട് മാറണമെന്നുള്ളതാണ് നമ്മളൊരു ഹമ്പിൾ റിക്വസ്റ്റാണ്. ഇത് നമ്മളെപ്പോഴും ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഓരോ പ്രാവശ്യം ഇവിടെ ഒരു പത്രസമ്മേളനം നടത്തി ഞാൻ രാഹുൽ ഇത്രയും എഫേർട്ട് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇനി ഒരാൾ, എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ആണെന്ന് നമ്മൾ പറയുന്നില്ല, ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ കേസിൽ സാമ്പത്തികമായ നേട്ടമാണ് അവർ ആഗ്രഹിച്ചത്, പോപ്പുലാരിറ്റി അല്ല. കാരണം പൈസ ചോദിച്ചു, ഞാൻ കൊടുത്തില്ല, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കേസ് കൊടുത്തു. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ഓഡിയോ ഉണ്ടായിരുന്നു. പൈസ ചോദിച്ചുകൊണ്ട് എൻ്റെ കാറിനകത്ത് വെച്ച് ചോദിച്ചുകൊണ്ട്, കാറിൽ ഡാഷ് ക്യാമറ ഉണ്ടായിരുന്നു, അതിൻ്റെ ഓഡിയോ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഇതുപോലെ മറ്റൊരു ദീപക്കായിട്ട് ഞാനും ഒരുപക്ഷെ ചിന്തിച്ചേനെ. എൻ്റെ ഒരു വിൽപ്പോറോ മൈൻഡ് പവറോ കൊണ്ട് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്തു. ഇനിയിപ്പോൾ എൻ്റെ കേസ് ഫൈനൽ ഡിസ്ചാർജ് മാത്രമേ ആവുള്ളൂ. ബാക്കി പോലീസ് ക്ലീൻ ചിട്ട് എനിക്ക് തന്നു ഈ കേസിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു. ഇപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്യാതെ അതിന് മുമ്പ് ഞാൻ പോയി മരിച്ചു കഴിഞ്ഞാൽ നഷ്ടം എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും ആർക്കാണ്, വേറെ ആർക്കും ഇല്ല അതിൻ്റെ അകത്തുള്ള നഷ്ടം. അപ്പം ഈ ആരും ഇതുപോലുള്ള വ്യാജ കേസ്, വ്യാജ വീഡിയോ, വ്യാജ പരാതി, അതിൻ്റെ പേരിൽ ഇനി ഒരു ദീപക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ്. കാരണം
അത്രയ്ക്ക് വിഷമമുണ്ട്. നമുക്ക് ഒരു ദിവസം നമ്മളെ ഒരു വെബ്സൈറ്റ് തുറന്നു വെച്ചിട്ടുണ്ട്, മിഷൻ മെൻസ് കമ്മീഷൻ. അതിൻ്റെ അകത്ത് വരുന്ന പരാതികൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 500 മുതൽ 5000 പരാതികൾ വരെ വന്ന ദിവസമുണ്ട്. ഓരോ സ്ത്രീധനത്തിൻ്റെ ഇഷ്യൂവിൽ ഇതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ 2 കുട്ടികൾ തമ്മിൽ സംസാരിച്ചതിൽ പാരൻസിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പോക്സോ ആക്കുക, അങ്ങനെ പല പല കേസുകളാണ്. ഈ ഒരു ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ അഗെയിൻസ്റ്റ് സെക്ഷൽ ഒഫൻസ് എന്നുള്ള ആക്ട് ഏറ്റവും മിസ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇൻ്റർനാഷണലി പോയി കേരള ലോ അക്കാഡമി റെപ്രസെൻറ്റ് ചെയ്ത് ഒരു പേപ്പറൊക്കെ പ്രസൻറ്റ് ചെയ്തു. അപ്പോഴൊക്കെ അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ വർഷം 5000-ഓളം കേസ് രജിസ്റ്റർ ചെയ്തതിൽ 4008 വ്യാജ കേസുകളെന്ന് കോടതി പോലും കണ്ടെത്തിയെന്നാണ്. അപ്പോൾ നിങ്ങളുടെ വളരെ അകമൊഴിഞ്ഞ ഒരു സപ്പോർട്ട് ഈ ഒരു കേസിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ദീപക് നിരപരാധിയാണെന്നും ഈ ചെറുപ്പക്കാരന്റെ മരണത്തിന് കാരണമായ പെൺകുട്ടിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. അതേസമയം ഈ ദീപകിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായമായി 1 ലക്ഷം രൂപ മെൻസ് അസോസിയേഷൻ എത്രയും പെട്ടെന്ന് വരുന്ന ദിവസങ്ങളിൽ കൈമാറുന്നതായിരിക്കും. മുകേഷ് നായർ കൂടി ഈ പത്രസമ്മേളനത്തിലുണ്ടായിരുന്നു. അദ്ദേഹമാണ് രാഹുൽ ഈശ്വറിനെ വീഡിയോ കോളിലൂടെ കാണിച്ചത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.